ഇതിപ്പോ നമ്മള് ചെയ്തുകൊണ്ടിരിക്കണ സ്ലൈഡിംഗ് ഡോർ അൾമറയാണ് വരുന്നത്. വൈറ്റ് യുവിയില് ആണ് ഇത് ചെയ്യാറുള്ളത്. പിന്നെ പൊതുവെ നമ്മള് സ്ലൈഡിംഗ് ഡോർ അൾമറ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഡോറിന് ചെറിയ ബെൻഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായ ഡോറ് തുറക്കാനും അടക്കാനും വളരെ ടൈറ്റ് ആയിക്കാരം. ഇതിപ്പോ കസ്റ്റമർ അത്രയും പറഞ്ഞതിനോട് മാത്രമാണ് ഇപ്പൊ ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോ നമ്മള് പാർട്ടിക്കൽ ബോർഡിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഹാൻഡിൽ സ്ലൈഡിംഗ് ഡോറിന് ഫിറ്റ് ചെയ്യുന്നത്. കാരണം പുറത്തേക്ക് തള്ളി നിന്നാല് തമ്മിൽ തട്ടുന്നതിനോട് ഇത് കുഴിച്ച് ഉള്ളില് വേണം, ഡോറിന്റെ ഉള്ളിലാക്കി ഫിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കറക്റ്റ് ഇതിന്റെ മെഷർമെന്റ് കറക്റ്റ് ആക്കി കട്ട് ചെയ്തിട്ട് ഇത് ഇതാക്കാൻ പറ്റുള്ളൂ. 1 ഇഞ്ച് അങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ ഗ്യാപ്പ് വരും. ഇത് അത്രയും ഫിനിഷിങ് കിട്ടണമെങ്കിൽ അത്രയും ഇതിൽ വൃത്തിയിൽ കട്ട് ചെയ്യണം, എന്നിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോ കറക്റ്റ് കട്ട് ചെയ്തതിന്റെ ശേഷമാണ് ഈ ഹാൻഡിൽ ഇതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇറക്കല്. കറക്റ്റ് ഫിറ്റിംഗ് ആയി വരണം, എന്നാലേ ഇത് ഫിനിഷിങ്ങും കിട്ടുള്ളൂ. ഈ സ്ലൈഡിംഗ് ഡോറിന് ഒറ്റ ലോക്കേ വരുള്ളൂ. ഒരു കൊത്ത് മാതിരിയുള്ള ലോക്കാണ് വരിക. സാധാരണ ലോക്കിന്റെ മാതിരിയല്ല വരിക, ഒരു സിമ്പിൾ ലോക്കാണ് വരിക. ഒരു കൊത്ത് ഇങ്ങനെ ആട്ടും ആയി ഇതാകുന്നത്. ഇതാണ് അതിന്റെ ലോക്കിന്റെ സിസ്റ്റം. ഈ സ്ലൈഡിംഗ് ഡോർ ഫിറ്റ് ചെയ്താണ് 2 ഡോറാണ് ഉണ്ടാകുക. അത്യാവശ്യം വലിയ ലെൻസുള്ള 2 ഡോറായിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത് പ്രൊമോട്ട് ചെയ്യാത്തത്. കാരണം ഡോറിന് ചെറിയ ബെൻഡ് എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അത് സെറ്റ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാവരും പ്രൊമോട്ട് ചെയ്യാത്തത്. നമ്മൾ ഇത് കുറച്ചൊന്ന് പരീക്ഷിച്ചിട്ട് ഇതിന്റെ ലൈഫ് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇനി കൂടുതലൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇതൊന്ന് നമ്മൾ പരീക്ഷണമാണ്. ഏതായാലും ഇത് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വെറൈറ്റി ചെയ്യാതെ ഫർണിച്ചർ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആയ ഫർണിച്ചറുകൾക്ക് ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. പിന്നെ ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ടൂർ കന്നാട് പറഞ്ഞ സ്ഥലത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങൾ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും.